റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ക്യാരക്ടർ ശരിക്കും ഉണ്ടാക്കിയ ഒരു ചലനം എന്ന് ഒരു അഹങ്കാരമല്ല. സിനിമയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. വിളിച്ചാൽ കൃത്യമായ സമയത്ത് എത്തുന്നില്ല, ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പറഞ്ഞ പണി ഏത് സമയത്ത് വിളിച്ചാലും എത്തും. സിനിമയായിട്ട് ബന്ധമില്ല. ഈ മലയാള സിനിമയിൽ പല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ ഇയാൾ വേണ്ട സിനിമയിലേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ കേൾക്കുമ്പോൾ എന്തൊരു ജാടയാണ് ഇപ്പൊ അതില്ല. കാരണം അവരെന്തായാലും പറയും പുറത്താക്കപ്പെടും എന്നുള്ള എതിർപ്പുകളൊക്കെ ഉണ്ട്. ഞാനും എന്നെ പോലെ പറയുന്ന കുറച്ച് ആളുകളൊക്കെ ചേർന്ന് ഇപ്പൊ അതിന്റെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിജോ പല്ലിശ്ശേരിയുടെ ഈമയവും ജല്ലിക്കെട്ടും ഒക്കെ കാണുമ്പോൾ ഇയാളുടെ കൂടെ എത്തിപ്പെടാൻ സമയമായല്ലോ. അത് ആർട്ടിയുടെ ബാഗിൽ സീൽ വെക്കണം, പക്ഷെ സൈൻ വെക്കാൻ പാടില്ല. അത് അങ്ങനെ തടയേണ്ട ഒരാളുടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ലേഡി സൈൻ ചെയ്ത് ഇത് നിങ്ങൾക്കുള്ളതല്ല അവർക്കുള്ളതാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികളാണ്. രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം സാർ. ഹരീഷയുടെ കുറെ ആയി കണ്ടിട്ട്. അതെ, ഒരുപാട് കാലമായി കണ്ടിട്ട് അല്ലേ? ഇവിടെ ഇല്ല, കേരളത്തിലില്ല, അങ്ങ് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ സിനിമകളിലുള്ള ഒരു തിരക്കിലല്ലേ. അതെ അതെ, നിങ്ങൾ തിരക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും ചെന്നൈയിലും ഹൈദരാബാദൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു, ജീവിച്ചു പോകുന്നു അല്ലേ. ഒരു പുതിയ സിനിമയുമായിട്ടാണ് നമ്മളിപ്പം വീണ്ടും കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ബമ്പർ ലോട്ടറി ടിക്കറ്റ് ഉണ്ടാക്കുന്ന വിനയായിട്ടാണ് ഞാൻ തമിഴ് സിനിമ കണ്ടവരിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടായത്. അതിൽ താങ്കളുടെ കഥാപാത്രം ഗംഭീരം എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഈ ലുക്ക്, പോസ്റ്റിലൊക്കെ ലുക്ക് കാണുമ്പോൾ തന്നെ അസൽ ഒരു മുസൽമാൻ്റെ ലുക്ക് തന്നെ. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് കേട്ട് ആ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമയിലേക്ക് എത്തുന്നതിന് കാരണം നമ്മളെ ഡയറക്ടറും നടനുമായ ശശികുമാർ സാറിന്റെ ഒരു സിനിമ ചെയ്തിരുന്നു ഞാൻ. അദ്ദേഹം സംവിധാനം ചെയ്തതല്ല, അദ്ദേഹം അഭിനയിച്ച അനീസ് സംവിധാനം ചെയ്ത സിനിമ. ആ സിനിമയെ പറ്റി പറയണം, ഈ സിനിമയെ പറ്റി പറയണമെങ്കിൽ അത് വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സിനിമയാണ്. ഒരു നാടകക്കാരുടെ സിനിമയാണ്. ജയിലിൽ നാടകം പഠിപ്പിക്കാൻ എത്തുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ. അപ്പോൾ ആ സിനിമയിൽ ഒറിജിനൽ ജയിൽ പുള്ളികളുണ്ട്. ജയിൽ പുള്ളികളായിട്ട് ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുകൾ അഭിനയിക്കുന്നുണ്ട്, നാടകക്കാർ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമൂഹത്തിന് വിവിധ ഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ സംവിധായകർ അഭിനയിക്കുന്നുണ്ട്. അതിലൊരു സംവിധായകരാണ് സെൽവകുമാർ അതിലൊരു ഇതായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ചാണ് നമ്മൾ ഈ കഥാപാത്രത്തോടുള്ള സമീപനം കാര്യങ്ങളൊക്കെ സെൽവൻ ശ്രദ്ധിക്കുന്നതും എൻ്റെ അടുത്തേക്ക് എത്തുന്നതും. അപ്പൊ ആദ്യം പുള്ളി എത്തിയിട്ട് പത്മരാജന്റെ സിനിമകളും വരേണ്ട സിനിമകളൊക്കെ പറയുന്നത്. അപ്പോൾ പത്മരാജ സാറിന്റെ സിനിമകളൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല, ആദ്യം എല്ലാവരും പറയുന്നത് തൂവാനം തുമ്പയാണ്, പുള്ളി പറയുന്നത് അരപ്പട്ട വെട്ടി ഗ്രാമത്തിനും പെരുവഴിയമ്പലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കൂടിയ ഇനം മരുന്ന് അധികമുള്ള സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല, നല്ല സൗഹൃദം എന്നുള്ള നിലയിൽ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ര ഇഷ്ടപ്പെട്ടു ആ കഥ. പക്ഷെ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു, കാരണം അത്തരം കഥകളൊക്കെ തമിഴിലൊക്കെ നടക്കുമോ, ചെയ്യാൻ മലയാളത്തിൽ തന്നെ വലിയ പ്രയാസമായിരിക്കും നടക്കാൻ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളി അതൊരു നല്ല പ്രൊഡ്യൂസർ അടുത്തെത്തി നടത്തി, വെട്രിയെ പോലെ വലിയൊരു ഹീറോയിനെ കൊണ്ട് അഭിനയിപ്പിച്ചു. അത് ഇന്ന് തമിഴ് ജനത ഇരു കൈയും നീട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പം വളരെ സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ ഈ ഇസ്മായിൽ എന്ന ഈ കഥാപാത്രത്തെയൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഈ കഥാപാത്രം ഇസ്മായിൽ എന്നൊരു കഥാപാത്രം ഞാൻ ആ പോസ്റ്റർ കണ്ടപ്പം ഈ തമിഴിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നത്. കാരണം നല്ലൊരു ഫാമിലി സിനിമയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇത്ര ഒരു സിനിമ വന്നതെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അത് കേൾക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടെൻഷനും ഒക്കെ കൂടുതലായിരിക്കും. മലയാളികൾ ഇനി എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളൊരു ഭയമില്ലേ? ഭയമില്ല. കാരണം എന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട യാതൊന്നുമില്ല. കാരണം അതിൻ്റെ ഒറിജിനൽ സ്ഥലം എവിടെയാണോ പറഞ്ഞത് അവിടെയാണ്, തമിഴ്നാട്ടിലാണ് പറയേണ്ടത്. അതിൻ്റെ ആ ഒരു സ്ഥലത്താണ് അത് ഭയങ്കരമായിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞത്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമ തന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പകുതി സിനിമ മലയാളമാണ്, പകുതി സിനിമ തമിഴാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. കേരളത്തിലേക്ക് ക്യാമറ വരുമ്പോഴൊക്കെ മലയാളമാണ് സിനിമ സംസാരിക്കുന്നത്, അല്ലാത്ത സമയത്ത് തമിഴാണ്. തൂത്തുക്കുടിയിലാണ് മറ്റൊരു പ്രധാന ഭാഗം നടക്കുന്നത്, അവിടെ തമിഴിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ രണ്ട് മലയാളം തമിഴ് ബന്ധങ്ങളുടെ ഒരു ഭയങ്കര ഊഷ്മളത കൂടെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ സിനിമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരു നല്ല സന്ദേശമായി മാറാൻ സാധ്യതയുള്ളത്, നാളെ തമിഴ്നാട്ടിലേക്ക് പോകുന്നൊരു മലയാളിയും കേരളത്തിലേക്ക് വരുന്നൊരു തമിഴനും ഈ സിനിമ അവരുടെ ഒരു 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 എന്താ പറയുക, ഒരു ബൈബിളായി, ഒരു സാധനമായി എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്നേഹത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ട് ഈ സിനിമയെ കരുതും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകണമെന്നാണ് നമുക്കെല്ലാം ആഗ്രഹം. അത് തന്നെയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം അങ്ങോട്ടും കൊടുക്കുന്നത്, കൃഷി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ബന്ധം ഇനിയും ഈ സിനിമ കൊണ്ട് തുടരാൻ കഴിയട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ, അഭിനയം ഉണ്ടായിരുന്നു. അവനും ചില നമ്മുടെ നമ്പർ കറക്കെ പിടിക്കുമ്പോൾ അഭിനയിക്കാൻ പോകും. അവിടെ വെച്ച് ഹരീഷ് പേരുടെ എന്ന നടനെ കാണുന്നു, ഈ സിനിമയിലേക്ക് വേണമെന്ന് താങ്കൾ പറഞ്ഞു. ആ കഥയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. എന്താണ് ഹരീഷ് പേരടി തന്നെ വേണമെന്ന് തീരുമാനിക്കാൻ? ഇല്ല, ഒരു നല്ലൊരു നടൻ, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. ഒരു നടനെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവർ ഒരു കഥാപാത്രം കൊടുത്താൽ ചെയ്യും എന്നുള്ള ഒരു നമുക്ക് തീരുമാനം ഉണ്ടാവണം അല്ലേ, ഒരു സംവിധായകനെ. അത് എനിക്ക് ഉണ്ടായിരുന്നു പുള്ളിയെ കാണുമ്പോൾ. അത് ആണ്ടവൻ കിട്ടുന്ന സിനിമയിൽ CBI റോള് ഇതുവരെ ഞാൻ നമ്മുടെ റോൾ കണ്ടിട്ടില്ല. അതിൽ ഒരു സട്ടിൽ ആക്ടിങ് ആണ്. അത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഫോണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ലുക്ക്, ഇതാണ് എനിക്ക്. ഞാനത് തിലകൻ സാറിന് ശേഷം ഞാൻ കൂടുതൽ ഈ ഷോട്ട് ഇങ്ങനെ കണ്ടത് പുള്ളിയോടേതായിരുന്നു. തിലകൻ സാറിൻ്റെ ചില ഷോട്ടുകൾ ഞാൻ കാണാറുണ്ട്. അങ്ങനെ വെളുപ്പാങ്കാണത്ത് കാണുന്ന ചൊപ്പള പഠിക്കൂലേ, അന്ന് കിരീടത്തിൽ വരുന്ന ഇങ്ങനെ കുറേ തിലകൻ സാറുടെ ഒരുപാട് മൂന്നാം പക്കത്തിലെ മുന്തിരിങ്കായ അതായത് ഒരു ചുംബിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. തിലകനെ അടുത്ത് ഇപ്പൊ തമിഴില് സാറ് വരും. അങ്ങനെ ഒരു സത്രി എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ശക്തമായിട്ട് അഭിനയിച്ചതാ. അത് ശബ്ദമുണ്ട്, ആ പണ്ടീർ സെൽവം, ആ ശബ്ദം ഇന്നും നിങ്ങൾക്ക് തമിഴ് ഓഡിയൻസിന് എന്നും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വറവ് സാറും ഉണ്ടാവും. അങ്ങനെ നല്ല നടനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അവരുടെ ശരീരവും പക്ഷേ ഈ തോറ്റം എല്ലാം വില്ലനായിട്ടാണ് കാണുന്നത് പ്രേക്ഷകര്. ഞാൻ അങ്ങനെ കണ്ടില്ല, പ്രേക്ഷകർ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പട്ട റഷീദിക്കായുടെ പോയി കഥ പറഞ്ഞു. സാർ, എനിക്ക് പുള്ളിയാണ് അഭിനയിക്കുന്നത്, കണ്ടാൽ പാവം തോന്നണം. അതാ കണ്ടാൽ പാവം തോന്നുന്നില്ല, പക്ഷെ എനിക്ക് കണ്ടാൽ പാവം തോന്നണം, അത് എനിക്ക് ചെയ്തു തരണം. എങ്ങനെയാണ് ഐഡിയ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. പുള്ളി അഭിനയിക്കും. ശരി, അപ്പോൾ പുള്ളിയുടെ ശമ്പളം ചോദിച്ചു. അല്ല, ഞാൻ ശമ്പളം പറഞ്ഞാൽ ഈ പടത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കും, ഞാൻ ഈ പടം ചെയ്യുന്നു, എന്നെ വിശ്വസിച്ച് വന്നിരിക്കുകയാണ്, പിന്നീട് ഞാൻ സംസാരിക്കാം, ആദ്യം ഒന്ന് റെഡി ആവട്ടെ, ഞാനിത് മെറ്റീരിയലിൻ്റെ പൈസ ഒന്ന് അയച്ചാൽ മതി, ഞാൻ എല്ലാം റെഡി ചെയ്ത് അയക്കണം. റെഡിയാക്കി ജീവനോട് മേക്കപ്പ് സെറ്റിലേക്ക് എനിക്ക് അയച്ചു കൊടുത്തത് റസീദക്കായാണ്. ഒരുപാട് കടപ്പാടുണ്ട്. ജീവനോട് അന്ന് കണ്ട് ഞാൻ അന്ന് തന്നെ വിചാരിച്ചു, ഇനി ഞാൻ ഇത് ക്യാരക്ടർ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാനൊരു ഓഡിയൻസ് ആയിരുന്നു, ഞാൻ ഷാർട്ട് കെട്ട് പഠിച്ച ഡയറക്ടറാണ്, പക്ഷേ അഭിനയിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു, ഇത്രയും നടന്നു. അതാണ് ഒരു നിഷ്കളങ്കമായ ഒരു മനസ്സാണ് കേട്ടോ. അല്ലേ ഹരീഷ്? ഇങ്ങനെയൊന്നും പറയുന്നവർ വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കം. ഓരോ മൂവ്മെന്റും പറയുന്ന, നമ്മളെ തിലകഞ്ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന എത്ര സിനിമകൾ കണ്ടുപോയ ആളാണ്. മലയാള സിനിമകൾ അത്രയും അധികം കണ്ട് അതിനെ ഭയങ്കരമായ ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തിയതിന് വലിയൂട്ടായിട്ട് ഒരു പിൻ പോയിന്റ് അപ്പം തന്നെ പറഞ്ഞത് കണ്ടില്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഗതി അങ്ങനെ തന്നെയാണ്. നല്ല ഒരു ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി നോട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇതിൽ ഹീറോ ആയിട്ട് ചെയ്ത വെട്രി അതിൻ്റെ മുൻപ് ചെയ്ത സിനിമകളെക്കാട്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് പുള്ളി കൊണ്ടുവന്നത്. പുള്ളി അതിനു വേണ്ടി അത്രയും ബുദ്ധിമുട്ടിയിട്ട്, ഞാൻ പുള്ളി ചെയ്യുന്ന രണ്ടാമത്തെ പടം കൂടെയാണ്, അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. അത്രയും നന്നായിട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീൻസ് ഒക്കെ വളരെ മനോഹരമായി. ഒരു ഡയറക്ടറായിട്ടല്ല, ഓഡിയൻസ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഹരീഷേട്ടൻ്റെ അഭിനയം കണ്ടുകൊണ്ട്. ആക്ഷനും കട്ടും പറയാൻ മാത്രമാണ് താക്ക് ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇങ്ങനെ കണ്ടിരുന്ന് രസിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കൾക്ക് തന്നതെന്ന് മാത്രം കൂട്ടിയാൽ മതി പ്രേക്ഷകർ. അല്ലേ? അതാണ് സത്യം. ഈ പറഞ്ഞതുപോലെ ഒത്തിരി സിനിമകൾ മലയാളവും തമിഴും കലർത്തി വിടുന്നുണ്ട്. കുറച്ച് തമിഴ്നാടും കുറച്ച് മലയാളവും കലർത്തി വരുന്ന സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗം മലയാളം ആയിരിക്കും, എന്നാൽ മലയാളം തമിഴും എല്ലാം കൂടെ ചേർത്താണ്. അങ്ങനെയാണല്ലോ ഈ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് അല്ലെ. മലയാളത്തിലുമുണ്ട് തമിഴിലുമുണ്ട്. ഒരു ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയ്ക്ക് വന്ന ഒരു സംഭവമായിട്ടാണല്ലോ ഈ കഥ പോകുന്നത്. തമിഴിലെ സിനിമ വന്നുകൊണ്ട് മാത്രമാണ് ആ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുന്ന ഒരു ഭക്തന്റെ ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമ. ഇത്തരം ഒരു സിനിമകൾ നടന്നു കഴിയുമ്പോൾ അതിന്റെ നന്മകൾ ഒത്തിരി ഉണ്ട്. ആ നന്മ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നു എന്നാണ് ഈ സിനിമയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് കണക്കൂടി. ഞാൻ പറഞ്ഞത് തെറ്റുമോ? അതന്നെ, അത് നന്മകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ലാട്ടറിയെ കുടിച്ചിട്ട് ഇത് ലാട്ടറി കള്ളതാണോ കെട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ലാട്ടറിയിലൂടെ ലാട്ടറിയുടെ ഒരു നന്മയെ പറഞ്ഞിട്ടുള്ളൂ. നന്മയുണ്ടല്ലോ, അത് നന്മയും പറഞ്ഞിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ ജീവിതം, അതായത് ഈ മലയാളിയും തമിഴനും തമ്മിൽ ഈ അയ്യപ്പങ്ങളുടെ യാത്രയാണ് ഇനി നമ്മൾ സ്നേഹപൂർവ്വമായിട്ടിരിക്കുന്ന ഒരു അടയാളപ്പെട്ട അത് സത്യമാണത്. നമ്മൾ ഇങ്ങോട്ട് വരണതും പോകുന്നതും അത് പിന്നെ അതിലെയാണ് ഉണ്ടാക്കിയത്. നമ്മളിപ്പോൾ എരിമേലിൽ പേട്ടശാസ്ത കോയിലിൽ പോയിട്ട്
നമ്മൾ നട തൊടുത്തിട്ട് പിന്നീട് നമ്മൾ കയറുന്നത് മുസ്ലിം പള്ളിയിലായി നമ്മുടെ ബാബറിനടയിലാണ് കയറുന്നത്. അത് സഹോദരത്വം നമുക്കുണ്ടല്ലോ. ഈ സഹോദരത്വം സിനിമയിലാണ് വേണമെന്ന് വിചാരിച്ചു, ഈ തമിഴും മലയാളി തമ്മിൽ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണ് ഇസ്മായിൽ ഒരു ലാട്ടറി കച്ചവടക്കാരനായിട്ടും പുലിപ്പാണ്ടി തമിഴ്നാട്ടിൽ ഒരു ഗുണ്ടയായിട്ട് പണത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടുക്കാത്ത ഒരാളാണ്. പക്ഷേ ഒരു മോശക്കാരൻ്റെ ഉള്ളിൽ സത്യസന്ധത ഉണ്ട് എന്നുള്ള അറിയുന്നത് ഈ ഇസ്മായിലെ കാണുമ്പോഴാണ്. അതാണ് ഞാൻ പടത്തിലേക്ക് അറിയാൻ വന്നത്. അത് നടന്നിട്ടുണ്ട്. ഇനി മലയാളി പ്രേക്ഷകർ, തമിഴ്നാട് പ്രേക്ഷകർ ഏറ്റെടുത്തു, ഇനി മലയാളികളെ ഏറ്റെടുത്താൽ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ജീവിതം ഞാൻ ഇസ്മായിലുടെ കുടുംബം മലയാളിയുടെ കുടുംബമല്ലേ, നിങ്ങളുടെ കഥയാണിത്. നിങ്ങളുടെ ഇസ്മായിലാണ് ഞങ്ങൾ സ്വീകരിച്ചു, നിങ്ങളുടെ ഇസ്മായിലിനെ ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങളുടെ പുളിപ്പാണ്ടിയും ഇസ്മായിലും നിങ്ങൾ സ്വീകരിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അത് വലിയൊരു സംഭവമായിരുന്നില്ലേ, കൃത്യമായിട്ടുള്ള ഇതാണല്ലേ. അവിടെ ഉള്ളവരോട് സ്വീകരിക്കും, നമ്മളവിടെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഈ സബ്ജക്ട് കേട്ട് പറഞ്ഞ ഈ പറഞ്ഞതുപോലെ നമ്മൾ പൈസ ഒന്നുമല്ല പറഞ്ഞു, ഞാൻ ഇത് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചപ്പോൾ ഒരു നന്മ നിറഞ്ഞ ഒരു കഥ എന്ന് തന്നെയാണ് മനസ്സിൽ കഴിയട്ടെ. ഒത്തിരി സിനിമകൾ കഥ കേട്ട് പോകുന്ന ആളാണ് ഹരീഷ് ഏട്ടൻ അല്ലേ? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും വലിയ ആകർഷിച്ച ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിലിപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇയാള് തൂത്തുക്കുടിയിൽ എത്തിപ്പെടുന്ന ഒരു പോർഷനിൽ ഇയാളെ കൂടെ ഒരു അബ്നോർമൽ ആയിട്ടൊരു മനുഷ്യൻ കൂടുന്നുണ്ട്. അയാൾക്ക് ഡയലോഗ് ഇല്ല, ഒന്നുമില്ല അല്ലേ, ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ ആ ക്യാരക്ടർ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. എവിടുന്നാണ് ഇയാളെ പിന്നാലെ കൂടുന്നത്, അയാൾ പകുതിയിൽ നിന്ന് പോകുന്നുണ്ട്. അയാളെ പറ്റി ഒന്നും പ്രത്യേകിച്ച് പരാമർശിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ സെൽവനോട് ചോദിച്ചു, ഇയാൾക്ക് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ് ചെയ്യണ്ടേ ഇയാളെ, ഇയാളെ ഒന്ന് ഇതാക്കണ്ടേ. അപ്പോൾ സെൽവൻ പറഞ്ഞു അത് വേണ്ട, അത്ര ഇട്ടാൽ മതി, അതൊന്ന് കാണുന്നവർ അയാളെ പഠിച്ചാൽ മതി, അതൊന്ന് അയാളെ തിരിച്ചറിയുവാൻ പറ്റുന്നവർ അയാളെ തിരിച്ചറിഞ്ഞാൽ മതി, അല്ലാതെ തിരിച്ചറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് സിനിമയുടെ പ്രത്യേകത. അതുപോലെ ഈ ഇസ്മയിൽ ശബരിമലയിൽ എത്തുന്ന സ്വാമിമാരോട് പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ അങ്ങനെയാണ് പറയാ, ഞങ്ങൾ അങ്ങനെയാണ് പറയാന്ന് അയാൾ പറയുന്നത്. അതേപോലെ അയാൾ തത്വമസിയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു സ്വാമിമാർക്ക്. അപ്പൊ അതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര. അത് ഡയലോഗ് പറഞ്ഞത് പുള്ളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ ലാട്ടറി വിളുന്ത അത് ഞങ്ങളുടെ CM പണ്ടത്തെ CM അരിങ്ങൽ അണ്ണയാണ് ആദ്യം ലോട്ടറി കൊടുത്തത്. ലാട്ടറി കൊണ്ടുവന്നത് 67 ഇവിടെ തുടങ്ങി, 68 തമിഴ്നാട്ടിൽ ലാട്ടറിക്ക് വന്നത്. അപ്പോൾ അണ്ണ ഈ ലാട്ടറി തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം, വിളുന്താൽ വീട്ടിക്ക് വിളുന്ത് ഇല്ലെങ്കിൽ നാട്ടിക്ക്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേരളത്തിൽ ഇങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിൽ എനിക്ക് ലാട്ടറി കച്ചവടം ചെയ്യുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാട്ടറി കച്ചവടം ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ വന്ന്. അപ്പോൾ ഈ ഡയലോഗ് ഇവിടെ ഇല്ല, ഇവിടെ കൊണ്ടുവരണം, ഇവിടെ ലാട്ടറി ഉണ്ടല്ലോ, അപ്പോൾ ഇത് കൊണ്ടുവരണം എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ അത് ഇവർ പറയും, വിളുന്താൽ വീട്ടിക്ക് വിളുന്നില്ലെങ്കിൽ നാട്ടിക്ക്. അപ്പം മറ്റവരും ചോദിക്കും ഏത് നാട്ടുകാണെന്ന് ചോദിക്കും, കേരളത്തിലാണോ തമിഴ്നാടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവർ പറയും എല്ലാമേ ഒന്നുതാ സാമി, അതല്ലല്ലോ. அப்படின்னா இவர் சொல்வாரு தத்துவமசி, അത് കയ്യപ്പൻ കോയിലുകൾ അവർക്ക് ശബരിമലയുടെ മുകളിൽ എഴുതി വെച്ചാൽ മുഴുവൻ കയറി വന്നിട്ട് അവിടെ എഴുതി വെച്ചത് തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചത്. അതാണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഡാക്ടർ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒരു കാര്യം സെൽവൺ പറയട്ടെ പറഞ്ഞോളൂ സാർ. ഇപ്പൊ അവൻ ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം, തത്വമസി നീ തന്നെ ഞാൻ തന്നെ നീ പറഞ്ഞോട്ടെ എന്നത് സാർ രോമാഞ്ച വന്ന് എനിക്ക് പറഞ്ഞോളൂ, ഇത്രയേ ഉള്ളൂ. അത് അത്ഭുതം നടന്നത് സാറ് കൊണ്ടാണ്. നടന്നിട്ട് പിന്നെ അവൻ പറയും നിങ്ങളുടെ നാട്ടിലെ എല്ലാം കൊണ്ടുവന്നാ സ്വാമി அப்படின்னு പറഞ്ഞപ്പോൾ അവൻ പറയും അതല്ലല്ലോ, നിങ്ങളുടെ നാട്ടിൽ പൊറോട്ടയ്ക്ക് തനി കാസും തനി പൈസയും കുറുവൈ തനി പൈസ എല്ലാം മേടിക്കണത്. ഇതാണ് ഞങ്ങളുടെ കംപ്ലൈന്റ് അവിടെ തമിഴ്നാട്ടില്. സോ ഇതിങ്ങനെ ഒരു എന്താ പറയാ ഒരു രസകരമായ സംഭവങ്ങൾ മുഹൂർത്തമായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മളുടെ സ്നേഹമാണ് ഇത്, ഈ മലയാളിയും തമിഴും തമ്മിലുള്ള സ്നേഹം. നമ്മളിപ്പോൾ ശ്രീനിവാസൻ സാറ് സന്ദേശം എന്ന സിനിമയിൽ തിലകൻ സാർ വന്നിട്ട് വീട്ടിൽ തമിഴ് സംസാരിക്കുമ്പോൾ എത്ര സ്നേഹമുള്ള ആൾക്കാരെന്ന് അറിയോ അവരൊക്കെ, എത്ര സ്നേഹമുള്ള ആൾക്കാരാ. എന്തെങ്കിലും ഉണ്ടായ പഴം ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ എന്ന് പറയും. അതുപോലെ തന്നെ പ്ലസി സാറ് നമ്മുടെ മോഹൻലാൽ സാർ അഭിനയിച്ച് പെട്ടെന്ന് പേര് മറന്നുപോയി. ഒരു മോഹൻലാൽ സാർ പോയിട്ട് ഒരു ശ്രുതിയുടെ അടുത്ത് നിൽക്കും, സാറ് ഉക്കാർ സാർ அப்படின்னு சொன்னது മോഹൻലാൽ സാർ അടുത്ത് ഉക്കാറും, എന്നിട്ട് കണ്ടോടാ പാവങ്ങളുടെ സോസറീസ് എന്ന് പറയും. ഇതാണ് ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തമിഴ് സിനിമയിലെ മലയാളികളെ കുറിച്ച് കളിയാക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവരും തെറ്റുകാരായിട്ട് കാണിക്കുന്നുണ്ട്, തമിഴന്മാരെ തെറ്റുകാരായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, ഒരു എപ്പോഴും ഇങ്ങോട്ടും അങ്ങോട്ടും പറയാറുണ്ട്. പക്ഷേ സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അത് കണ്ടുപിടിച്ചത് ആളാ, സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ ശ്രീനിവാസൻ സാർ എത്രയോ ഉയർത്തി പിടിച്ചിട്ടുണ്ട് തമിഴന്മാരെ, സിനിമയിലെ എത്രയോ ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നാ കണ്ടുപിടിക്കുന്നത്, തെറ്റുകളിൽ നിന്നല്ല നല്ലതിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. അത് ഉണ്ടാവണ ഈ സിനിമയിൽ നിന്നുള്ള പ്രതീക്ഷയിലൂടെയാണ്. അതിൽ എങ്കിലും ഒരു ഭാഗം പോലും അത് കുറവില്ലാതെ ചെയ്യുന്നത് ഞാൻ ചെയ്തു ഈ സിനിമ.
അല്ല എനിക്ക് ഡയറക്ടർ സെൽവത്തിന്റെ സംസാരം കേട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്തിട്ട് സംസാരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അല്ലേ. എത്ര മലയാള ഡയറക്ടർമാരുള്ള ഇത്രയും സിനിമകളിലെ പേരെടുത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ആൾക്കാരും മറഞ്ഞു പോകാം. പക്ഷെ ഇത് ഓരോ ക്യാരക്ടറും ഓരോ ആളുകളും ഓരോ ഡയറക്ടറിന്റെയും പേര് കൃത്യമായി എടുത്ത് അവിടെ എന്തൊക്കെ ഡയലോഗാണെന്ന് പറഞ്ഞു എത്രമാത്രം സിനിമ കണ്ടിട്ടുണ്ടാവില്ല അനീഷേട്ടാ. തീർച്ചയായിട്ടും പുള്ളി അത്രയും കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ അരപ്പട്ട കെട്ടി ഗ്രാമത്തിലൊക്കെ എടുത്ത് പറയാൻ കാരണം. ആ സിനിമയൊക്കെ എടുത്തു പറയണമെങ്കിൽ ചില്ലറ സിനിമയെ സ്നേഹിച്ച പോരാ, ഒരു വല്ലാതെ അഗാധമായി സ്നേഹിക്കുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയിലെ കഥകളൊക്കെ ഇപ്പം കുറെ സിനിമകളായല്ലോ. മലയാളത്തിലാണെങ്കിൽ തമിഴ്, മലയാളത്തിൽ 100ഓളം സിനിമയിലേക്ക് അടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. 100ഓളം സിനിമയിലേക്ക് അടുക്കുന്നു. തമിഴിലും നല്ല നല്ല തമിഴിലാണെങ്കിൽ നല്ല നല്ല സിനിമകൾ നല്ല നല്ല നടന്മാരോടൊപ്പം ചെയ്യുകയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നും തിരിച്ചു മലയാളത്തിലേക്ക് സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്വീകാര്യത എങ്ങനെയാണ് വരുന്നത്? തമിഴ് സിനിമ ഭയങ്കര ഹിറ്റിലേക്ക് പോവാണ് പല സിനിമകളും താങ്കളുടെ. അതിൽ സ്വീകാര്യത എങ്ങനെയാണ് വരുന്നത്? നല്ല സ്വീകാര്യതയാണ്. നമ്മൾ പോയിട്ട് ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരോടുള്ള പോലത്തെ ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം അങ്ങനെയുള്ള ഇവിടെ ചിലപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും, നല്ല സാലറി വാങ്ങുന്നുണ്ടാവും, പക്ഷെ അയാൾ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ അത്ര പൈസ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ടൊന്ന് തിരിച്ചൊക്കെ വരുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, പിന്നെയും പോണോ. അതുകൊണ്ട് ഞാനതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ വിലയുണ്ട്. അല്ലെങ്കിൽ പ്രശ്നം നിർത്തി പോകാനാണ് ഇവിടുത്തെ എങ്ങനെയാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എല്ലാം മെച്ചമാണ്. ലെഫ്റ്റ് റൈറ്റ് ആണ് നമുക്കൊരു അല്ലേ. പിന്നെ ഒന്നും നമുക്ക് പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് തന്നെ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ അത്രയും വലിയൊരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ ശരിക്കും ഉണ്ടാക്കിയ ഒരു ചലനം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ മാത്രമല്ല അതിനോടൊപ്പം തന്നെയാണ് തമിഴ് സിനിമയും സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഥാപാത്രം വായിച്ചു കഴിഞ്ഞപ്പോഴും അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലായിരുന്നു ആ സിനിമ അത്രയും. അപ്പം അതിൻ്റെ ഒരു ഇത് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായ ചലനങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ തുടർച്ചകളായിട്ട് മറ്റൊരു സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും നാടകം സ്റ്റേജ് ചെയ്യണം എന്നുള്ളൊരു സ്വപ്നമുണ്ടോ? ഇപ്പോഴും ഇനി സ്റ്റേജുകൾ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഞാൻ അത്രയധികം സ്റ്റേജുകൾ ചെയ്ത് കഴിഞ്ഞ ഒരാളാണ്. ഇപ്പൊ ചെയ്തേ അടങ്ങുന്നുള്ള അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇല്ല. പക്ഷെ അതേ സമയത്ത് കുളിർ മാഷുമായിട്ട് ചേർന്ന് ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് സമയം വേണ്ട, വലിയ കലാകാരന്മാരുടെയൊക്കെ സപ്പോർട്ട് വേണ്ട ഒക്കെ ഒരു സാധനമാണ്. അതുകൊണ്ട് അത് എപ്പം നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനോടൊപ്പം തന്നെ നിർമ്മാണത്തിലേക്കും കൂടെ ആയി. നിർമ്മാണം ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ചെയ്തത്. അത് എന്നെ വെച്ച് ഐശ്വരതി എന്ന് പറഞ്ഞ സിനിമ ചെയ്ത അഖിൽ കാവുങ്കലാണ്. അപ്പം അഖിൽ വന്ന് പറഞ്ഞ ഒരു പ്ലോട്ട് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് പെട്ടെന്ന് മറ്റൊരു പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ നടക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാം. കാരണം അത്രയും നല്ല രസമുള്ള ഒരു പ്ലോട്ടാണ്. അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നതിനെക്കാട്ടും നല്ലത് അത് നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ നിർമ്മാണം ഒരു റിസ്ക് അല്ലേ? റിസ്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാത്തതല്ലേ റിസ്ക് എന്ന് പറയുന്നത്. വേടേ അവിടെ അർത്ഥമുള്ളൂ. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതൊന്നും റിസ്ക് അല്ലല്ലോ. ഇഷ്ടപ്പെട്ട് നമ്മളൊരു സാധനം ചെയ്യുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പല കഥകളും കേട്ട് വേണ്ട എന്ന് വെച്ച സിനിമകൾ ഉണ്ടാകാമല്ലോ. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കഥ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കിത് പറ്റുന്ന അല്ല കഥാപാത്രം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സിനിമകൾ എന്തായാലും ജീവിതത്തിലുണ്ട്. അത്തരം സിനിമകൾ പിന്നീട് വിജയിച്ചിട്ടുണ്ടാകുന്ന സിനിമകൾ ഉണ്ടാകാമെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധം വല്ലതും തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒരു കഥാപാത്രത്തെയും ഞാൻ നോ എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്തേക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അതേ സമയത്ത് കഥാപാത്രങ്ങൾ വിട്ടിട്ടുണ്ട്. എൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിടാറുണ്ട്, കഥാപാത്രങ്ങളെ വിടാറുണ്ട്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് എൻ്റെതായ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നെക്കാളും ദൂരമായി വാങ്ങുന്നവരുണ്ടാവും. അയാളെ സംബന്ധിച്ചോളം ഞാൻ വാങ്ങുന്നതൊന്നും അല്ലായിരിക്കും. അതല്ല, നമ്മളുടെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നിടത്ത് തന്നെ ഞാൻ നിൽക്കാറുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റൊരു സിനിമയിൽ കമ്മിറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ആയിരിക്കും ചിലപ്പോൾ ഒരു നല്ല സാധനം വേറെ വരും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിട്ടിട്ടുണ്ട് ചില കഥാപാത്രം. അങ്ങനെയൊക്കെ അല്ലാതെ സാധാരണഗതിയിൽ ഒരു കഥാപാത്രം വിടുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെ എന്തിനാ വിടുന്നത്? ഒക്കെ എന്തിനു ചെയ്യാനല്ലേ നമ്മൾ ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. സമ്മതിക്കുക. ഈ മലയാള സിനിമയിൽ പല പല കഥാപാത്രങ്ങൾ താങ്കൾ ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് നിന്നും എന്തെങ്കിലും എതിർപ്പുകൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഇയാൾ വേണ്ട സിനിമയിലേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ഞാനൊക്കെ മാറ്റി. ഞാനും എന്നെ പോലെ പറയുന്ന കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ട് അത് മാറ്റിയെടുത്തു. ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ. ഇപ്പൊ അതില്ല. കാരണം ഇവരെന്തായാലും പറയും
ഒരാവശ്യം നേരെ വിളിക്കാൻ വിടുക, അല്ല അതൊന്നും ഒരു സിനിമയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. വിളിച്ചാൽ കൃത്യമായ സമയത്ത് എത്തുന്നുണ്ട്, അത് അവിടെ യാതൊരു ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പറഞ്ഞ പണി ഏത് സമയത്ത് വിളിച്ചാലും എത്തും, എടുക്കും, പോകും. പിന്നെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത എന്തോ കാര്യം രാത്രിയൊക്കെ സംസാരിക്കുന്നല്ലാതെ അത് നമ്മളെ ബാധിക്കുന്നല്ല എന്ന രീതിയിലേക്ക് ഒരു നല്ല സിനിമാ പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളത് മാറ്റിയെന്നൊക്കെ അന്തസ്സായിട്ട് പറയാൻ പറ്റും. എങ്ങനെ മാറ്റിയെന്ന്? ഇങ്ങനെയുള്ള ഈ എതിർപ്പുകളുണ്ടല്ലോ, എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കപ്പെടും എന്നുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തു. അതൊരു വിഷയങ്ങളല്ലേ, ഞങ്ങളൊക്കെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ ഇപ്പൊ എല്ലാ സിനിമയിലും വിളിക്കാൻ തുടങ്ങി. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യം അങ്ങനെ എതിർപ്പുണ്ടായിരുന്നു. ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞു ഞങ്ങളെന്ന് പറയാൻ ഞങ്ങൾ പോലത്തെ കുറച്ച് ആൾക്കാർ, എല്ലാവരും പേരൊന്നും പറയാൻ പറ്റില്ല, പേരെല്ലാവർക്കും അറിയാവുന്ന പേര് വേണ്ട, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് കൃത്യമായി മാറ്റി മറച്ചു ഞങ്ങള്. അതൊരു ഒരു ആത്മവിശ്വാസമായിരുന്നല്ലോ മാറ്റാൻ കഴിയുന്നത്. പിന്നെ ആത്മവിശ്വാസം ഇല്ലാണ്ട് പിന്നെ എങ്ങനെ പണിക്ക് നിൽക്കുന്നു? നമ്മൾ ചെയ്യുന്നത് കൃത്യമായ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെ സിനിമയിലേക്ക് വിളിച്ചാൽ ആ സിനിമയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ആ സിനിമയിൽ കൃത്യമായ സമയത്തിന് വരാതിരിക്കുന്നുണ്ടോ, ആ സിനിമയുടെ റിലീസുമായി അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നുണ്ടോ, മറ്റു ആർട്ടിസ്റ്റുകളോടും മറ്റുള്ളവരോടൊക്കെ സാമാന്യമായി പുലർത്തേണ്ട മര്യാദകൾ പുലർത്തുന്നുണ്ടോ, ഇതൊക്കെയാണ് പ്രശ്നം. അതൊക്കെ കൃത്യമായി നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പുറത്ത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമ്മുടെ പൊതു അഭിപ്രായങ്ങൾ നമുക്ക് എവിടെയും പറയാം. അതൊക്കെ രണ്ടാണെന്ന് മനസ്സിലാക്കി തുടങ്ങി ആളുകൾ. അപ്പോൾ സിനിമകളും കൂടുതൽ കിട്ടി തുടങ്ങി. അത്രയേ ഉള്ളൂ. അതൊക്കെ സിനിമ വേറെ, അഭിപ്രായങ്ങൾ വേറെ. അതൊക്കെ രണ്ടാണെന്ന് തന്നെ പൊതുജനത്തിനത് പണ്ടേ അറിയാം. ചില ആളുകൾക്ക് മനസ്സിലാകാത്തത് മനസ്സിലാക്കി കൊടുത്തു എന്ന് മാത്രം. കൂട്ടായ്മകൾ കൂടി, അതാണ് ഏറ്റവും രസം. ആ വാക്കാണ് ഏറ്റവും ഒരു കൂട്ടായ്മകൾ. പലതൊരു കൂട്ടായ്മ ഉണ്ടല്ലോ, അങ്ങനെ കൂട്ടായ്മ ഇല്ല, എന്നാലും ഒക്കെ അല്ല. ഞാൻ അതൊന്ന് ചോദിച്ചു പോയെന്നുള്ളൂ. എന്തായാലും ഈ തമിഴ് സിനിമകൾ ഒത്തിരി ചെയ്തപ്പം നമുക്ക് തമിഴ് സിനിമ ചെയ്തിട്ട് മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ. അതിലേറ്റവും എടുത്തു പറയാവുന്ന ഏത് കഥാപാത്രമായിരിക്കും? തമിഴ് സിനിമയിൽ ഒരുപാട് നല്ല ഓർമ്മിക്കപ്പെടേണ്ട സാധനങ്ങൾ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വിക്രം വേദയിലെ ചേട്ടനാണെങ്കിലും, ഇപ്പോൾ യാണ്ടവൻ കട്ട്ലയിലെ IB ഓഫീസറാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ ജോണറിലുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വളരെ ഡിഫറെൻ്റ്. അതിന്ന് ഇപ്പോൾ യാത്ര ചെയ്തിരുന്ന റൂട്ടിൽ നിന്ന് ഇപ്പം മെർസലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള റൂട്ടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ഥലത്തേക്കാണ് സെൽവനെ പെന്നെ പറിച്ചു നട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതേപോലെ എന്നല്ല, ഇതിനോട് ബന്ധപ്പെട്ട തുടർച്ചകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ചിന്തിക്കുക. ഒരു കാണാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ, അത് കാണുമ്പോഴാണല്ലോ വേറൊരു സ്ഥലത്തേക്ക് അവർ ചിന്തിക്കുക. അപ്പം അത് ഉണ്ടാവും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ മരക്കാട് സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ വളരെ ഫ്ലോപ്പായി പോയ സിനിമയാണ് മരക്കാട് സിനിമയിൽ. ആ സിനിമയിൽ അഭിനയിച്ച താങ്കളുടെ കഥാപാത്രം എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രമാണ്. എല്ലാ ഓൺലൈനും എല്ലാ മാധ്യമങ്ങളും താങ്കളുടെ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് പോകുന്ന ഒരു പരാജയത്തിലേക്ക് പോകാനുള്ള ഒരു പോരായ്മ താങ്കൾ എന്ന ഒരു ആക്ടറിന് എന്തെങ്കിലും മനസ്സിലായിരുന്നു? ഇല്ല, അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് തവണ ഇതിന് മുന്നുള്ള എല്ലാ ഇതിലും പറഞ്ഞു കഴിഞ്ഞ കാര്യം, അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞൊരു കാര്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ ഇതിൽ കുറെ മലയാളി താരങ്ങളുണ്ട് അല്ലേ? സീമാജി നായരൊക്കെ ഗംഭീര വേഷം എന്നാണ് ഞാൻ കണ്ടവർ പറയുന്നത്. അത്തരം മലയാളി താരങ്ങളിലേക്ക് എത്താൻ എന്താണ് ഇത് മലയാളവും തമിഴും കൂടെ മലയാളത്തിൽ പറയുന്ന കഥയാണ്ട് ഇവരെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് സത്യം. അതാണ് എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളെല്ലാം മലയാളികളാണ്. അപ്പോൾ തമിഴില് ഞാൻ ആദ്യം ചില പ്രൊഡ്യൂസർമാരുടെ കഥ പറഞ്ഞപ്പോൾ അവർ നമുക്കത് മാറ്റി വരുത്താം, നമ്മുടെ തമിഴിൽ നടന്മാരെ കൊണ്ട് നമുക്കത് മലയാളത്തിലേക്ക് സംസാരിക്കണം. അത് ഒരിക്കലും വരത്തില്ല. ഞാൻ പറഞ്ഞു അത് ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെ ഇത് മുന്നോട്ട് പോകണ്ട. ചെയ്യണമെങ്കിൽ ഇത് മലയാളം നടൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാം മലയാളിയായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതിൽ ഞാൻ ഒന്നും പിന്മാറിയിട്ടില്ല. അപ്പോൾ തന്നെ സീമാജി നായർ അവരുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഡിറ്റോ വിൽസൺ അങ്കമാൾ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അതിൽ സറത്ത് കുറേ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ യുക്കുലാം രാജനായിട്ട് ഇവൻ അഭിനയിക്കുന്നത് വളരെ സെറ്റിലായിട്ടുള്ള ആക്ടിങ്ങാണ് അവൻ ചെയ്തത്, യുക്കുലാം രാജനായിട്ട് ചെയ്തത്. അപ്പോൾ ടിറ്റോവിനെ വിളിച്ചു. ടിറ്റോ വന്ന് പിന്നെ അജയിന് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെ വിളിപ്പിച്ചു. കുറേ താരങ്ങളുടെ എടുത്തു. അതാണ് അതിൻ്റെ ജീവനായിട്ട് പാകമായിട്ട് മാറിയത്. ഇവരുടെ ഫോട്ടോ ആണെങ്കിലും കാണുന്നുണ്ടല്ലേ, ഈ കുടുംബം അങ്ങനെ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു നിറം,
അതിൻ്റെ ഒരു മലയാളി அந்த ലുക്ക് அந்த സംഹാരം ഇതെല്ലാം വേണമല്ലോ. അത് ഇരുന്നാലേ അത് ഒരു ജീവനായിട്ട് ഉണ്ടാവുന്നുള്ള രീതിയിൽ ചെയ്തതാണ് ഞാൻ. പൊതുവെ തമിഴ് സിനിമകൾ മലയാളത്തിൽ വലിയ ഹിറ്റുകൾ അടിക്കുന്നുണ്ട്. വലിയ മാസ് സിനിമകളാണെങ്കിലും ചെറിയ സിനിമകളാണെങ്കിലും വലിയ ഹിറ്റ് അടിക്കുന്ന മലയാളി പ്രേക്ഷകർ സ്വീകാര്യത ഭയങ്കര കൂടുതലാണ് തമിഴ് സിനിമയ്ക്ക് ഇവിടെ. അത്രമാത്രം മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ അത്ര സ്വീകാര്യത കിട്ടുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയ്ക്ക് അത്രമാത്രം സ്വീകാര്യത തമിഴ്നാട്ടിൽ കൊണ്ട് അതേ രീതിക്ക് റിലീസ് ചെയ്താൽ കിട്ടാറുമില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സിനിമകൾ ഇവിടെ ആളുകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു വലിയ ബിസിനസ് തന്നെ തമിഴ് സിനിമയ്ക്ക് മലയാളത്തിൽ നടക്കുന്നുണ്ട്. അതും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ടതാണ് ഇങ്ങനെ ഒരു മലയാളം തമിഴ് എന്നൊരു സിനിമയിലേക്ക് പോകാൻ കാരണം. ഇല്ല, ഞാൻ അങ്ങനല്ല. ഞാൻ ബിസിനസ്സായിട്ട് ഞാൻ എന്തൊരിക്കലും ഞാൻ ആലോചിച്ചിട്ടില്ല. അത് പ്രേമെന്ന സിനിമ ഭയങ്കര ബിസിനസ്സായിട്ട് അവിടെ കളക്ട് ചെയ്തതാണ്. അപ്പുറം മറ്റേ വേറൊരു പടം ഭരതൻ മറന്നുപോയി, മറ്റേ പോലീസായിട്ട് അഭിനയിച്ചില്ലേ, നിവിൻ പോളി സാർ, അതിൻ്റെ ആക്ഷൻ ഞങ്ങളൊക്കെ പഴയ ഹിറ്റായ സിനിമകളുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പുറം തമിഴ് സിനിമ ഇവിടെ ഒരുപാട് 96 ആയാലും ഇന്ന് പോർത്തുള്ളിലായാലും അത് ഞാൻ അവിടെക്കാളും റിവ്യൂ കാണുമ്പോൾ ഇവിടുത്തെ റിവ്യൂ ആണ് കണ്ടത്. പോർത്തുള്ളിൽ ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു നല്ല സിനിമ ചെയ്താൽ അത് അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്, വേറെ ഒന്നുമില്ല. എനിക്ക് ഹരീഷയുടെ ഞാൻ പറഞ്ഞ പോലെ തമിഴ് സിനിമയ്ക്ക് ഇവിടെ വലിയ മാർക്കറ്റാണ് ഇപ്പം, അല്ലേ? നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പോർത്തുള്ളിൻ്റെ കാര്യം തന്നെ ആദ്യമൊന്നും തിയേറ്ററിൽ ആളില്ലായിരുന്നു. പിന്നീട് ആളുകൾ പറഞ്ഞു നല്ല ഗംഭീര സിനിമയാണ്. ഞാനും പോയി കണ്ട സിനിമ ഗംഭീര സിനിമയാണ്. അതിൽ നമ്മുടെ സുനിൽ സുഗതൊക്കെ അഭിനയിച്ച ക്യാരക്ടറൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ തമിഴ് സിനിമയ്ക്ക് വലിയ മാർക്കറ്റ് കേരളത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം. അതുപോലെ മാർക്കറ്റിംഗ് മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ടോ ഹരീഷേട്ടാ? തീർച്ചയായിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ ആളുകളുടെ ഇടയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്ന ആളുകൾ കുറെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറഞ്ഞൊരു സിനിമ കാര്യം ഒരു മലയാള സിനിമ കാണുന്നത് പോലെ ഉണ്ട്. അപ്പൊ അവർ മലയാള സിനിമ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അതെ അതെ അതെ. അവർ പ്രത്യേകിച്ച് OTT സിനിമകൾ വലിയ വിജയം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് ആഫ്റ്റർ കോവിഡ് നമ്മളെ OTT സിനിമകൾ ലോകമെമ്പാടും, തമിഴ്നാട് മാത്രമല്ല, മലയാളം എന്താണ് എന്ന് ആളുകൾ അറിഞ്ഞത്, സിനിമാ പ്രേക്ഷകർ അറിഞ്ഞത് അപ്പോഴാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവരെല്ലാവരും നമ്മളെ സിനിമകൾ അത്രയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞതാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കാത്തത് എന്ത് എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ വേണമെങ്കിൽ ഇത്തരം സിനിമകൾ, മലയാളം പറയുന്ന പോലെ സിനിമകൾ ഉണ്ടാക്കാം എന്ന് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ബമ്പർ കഴിഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്ന റിവ്യൂ എന്ന് പറയും. പത്രക്കാരൊക്കെ അങ്ങനെയാണ് എഴുതിയത്. പത്രക്കാരൊക്കെ അങ്ങനെ എഴുതിയത് ഒരു മലയാള സിനിമ കാണുന്നത് പോലെയാണ് പറഞ്ഞത്. അത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഹരീഷേട്ടനാണെങ്കിൽ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കമാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിനൊക്കെ വരുന്നത്, വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കുറേ ആയി തോന്നുന്നു. താങ്കൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന സിനിമകൾക്ക് വരാറുമുണ്ട്, അല്ലേ? അത്രയും ഒരു ഇഷ്ടപ്പെട്ട സിനിമയായതുകൊണ്ടായിരിക്കും ഇന്നത്തെ ഈ ദിവസം, നാളെ റിലീസാണ്, ഇവിടെ കേരളത്തിൽ റിലീസാണ്, തലേദിവസം തന്നെ വന്നിരിക്കുന്നു വെച്ചാൽ അത്രയ്ക്കുമായി സിനിമയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണല്ലേ? അതുമുണ്ട്, അത് തീർച്ചയായിട്ടും ഇതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ഈ സിനിമയുടെ 2018 മുതൽ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. എന്നെ ബന്ധപ്പെടുന്ന കുറച്ചുകൂടി കഴിഞ്ഞ് 20 മുതലൊക്കെ, 2020 തുടക്കത്തിലൊക്കെ. പക്ഷേ ഇദ്ദേഹം എടുക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു അധ്വാനം ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ സിനിമയ്ക്ക് എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ കുറേ ബാക്കപ്പ് വേറെയുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ, അങ്ങനത്തെ എടുത്തു പറയത്തക്ക ബാക്കപ്പ് ഒന്നുമില്ലാതെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കി അധ്വാനിച്ചൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നതാണ് ഈ കലാകാരൻ്റെയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സത്യസന്ധത എന്ന് പറയും. അപ്പം അങ്ങനെ ഒരാൾ കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് കലാകാരൻ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ നിന്ന് എനിക്ക് തീരെ വയ്യ എഴുതുവാന്നൊക്കെ വന്നിട്ടൊക്കെ. പക്ഷെ ഞാൻ ഇദ്ദേഹം ആയതുകൊണ്ട് വന്നതാണ്. അതാണ് ഹരീഷ് ചേട്ടൻ. അതാണ് ഇവിടെയൊക്കെ അഭിനയിച്ച് തന്നെ നാട്ടിലുണ്ടെങ്കിൽ പോലും ഇന്റർവ്യൂവിന് വരാത്ത കലാകാരന്മാരാണ് ഇവിടെ ഉള്ളത്. പല സിനിമയ്ക്കും വരാതെ പോലെ ഇരിക്കുന്നത്. എന്നാൽ വരുന്നവരും ഒത്തിരി ഉണ്ട്. ചില വിരലുണ്ടാവുന്നവരാണ് വരാതിരിക്കുന്നത്. അതൊക്കെ മാറി ഹരീഷ് ചേട്ടൻ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാത്ത സിനിമയ്ക്കാണ് വന്നിരിക്കുന്നത്. സത്യമാണ്. അത് പരസ്പരം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയാണുള്ളത്. ഞാൻ ആദ്യം കണ്ട ഹരീഷ് സാർ തന്നെയാണ് ഇന്നും. അന്ന് കണ്ടത് തന്നെയാ. ഫോൺ വിളിച്ചാ ഹലോ എന്താണ് അടുത്ത് വരുന്നത്. ഞാൻ ഒരു കാളും പെട്ടെന്ന് എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും ഭയങ്കര സ്നേഹമുണ്ട് സാറിനോട്. 2018 തുടങ്ങിയതാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലേ? അവരുടെ അടുത്ത് കഥ പറഞ്ഞു. അവരാണ് നമ്മുടെ വേദാപ്പിച്ച ത്യാഗരാജൻ സാറ് പരിചയപ്പെടുത്തിയതും. അവിടുത്തെ കഥ പറഞ്ഞ് പിറ്റേ ദിവസം കഥ പറഞ്ഞു, മറു ദിവസം എനിക്ക് അഡ്വാൻസും കൊടുത്ത് തുടങ്ങി. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്യണമെന്ന് ഈ കഥയുമായിട്ട് നടന്നിട്ട് കുറെ നാളുകൾ നടന്നു ഈ കഥയുമായിട്ട്. അതാണ് എൻ്റെ അച്ഛനെ ഇവിടെ 1ാം സമ്മാനം കിട്ടി. പന്തളത്തിലാണ് അച്ഛൻ വർക്ക് ചെയ്തത്. തമിഴ്നാട്ടിൽ ലാറ്റി നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ ലാറ്റി എടുക്കാനും ലാറ്റി കച്ചവടത്തിനും വന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പോൾ അതിൽ എൻ്റെ അച്ഛൻ ഒരാളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് 1.5 ലക്ഷം രൂപ സിക്കിമിൽ കിട്ടി.
അപ്പോൾ അത് 25,000 പണം കിട്ടിയിട്ടാണ് അച്ഛൻ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈനൊന്നുമില്ല, അപ്പോൾ സിക്കിം ഓൺലൈനൊന്നുമില്ല, അവിടെ ലോട്ടറി ഇല്ല, റിസൾട്ട് കാണാനില്ല. അപ്പോൾ ആ കച്ചവടക്കാരൻ ഈ ആളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് അയാളെ കൊണ്ട് സംസാരിച്ച് അയാളെ കൊണ്ട് വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടെ കണ്ട് റോട്ടിൽ. അപ്പോൾ അവരുടെ കയ്യിൽ പേപ്പറും കട്ടിങ്സും ബസ് ഫെയറും കൊടുത്താണ് അയച്ചു വിട്ടത്. അപ്പോൾ വന്ന് കണ്ടപ്പോൾ അതിൽ തന്നെ 1.5 ലക്ഷം അടിച്ചു ഒന്നാം സമ്മാനം. അപ്പോൾ അത് മേടിക്കാൻ വന്ന ഒരു അനുഭവമാണ് ഈ കഥ. അവിടെയാണ് ഞാൻ ഉണ്ടാക്കിയത് 2008. അപ്പോൾ ഇങ്ങനൊരു കഥ നമ്മൾ ഇതിൽ നിന്നൊരു കഥ ഞാൻ വന്നു. എന്തായാലും കേരള അടുത്ത സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഞാൻ പേടിച്ചിരുന്നതാണ്. എനിക്കൊരു ഭയങ്കര വെപ്രാളമായിരുന്നു. ഇത് നടക്കുമോ, ഇത് പൈസ കിട്ടുമോ, ഇല്ലെങ്കിൽ ലാറ്ററി ആരെങ്കിലും മോഷ്ടിക്കുമോ, ഇങ്ങനെ പേടിച്ചിരുന്നതാണ്. പേടിച്ചിരുന്ന് ഞാൻ ലാറ്ററി കൊണ്ടുപോയപ്പോൾ തന്നെ ആ സ്ഥലത്ത് പണം 1.5 ലക്ഷത്തിൻ്റെ ഒരു ടാക്സ് പോകും, ഒരു 1.33 എന്തോ പൈസ അവിടെ ഉണ്ട്. അവിടെ പോയി അത് മേടിക്കാൻ പോയ സമയത്ത് അത് ലാറ്ററിയുടെ ബാഗിൽ സീല് വെക്കണം, പക്ഷെ സൈൻ വെക്കാൻ പാടില്ല. സൈൻ വെച്ചാൽ അത് നിങ്ങളുടെ ആവും. സൈൻ അത് അങ്ങനെ കടയേണ്ട ഒരാൾ ജോലി വർക്ക് ചെയ്യുന്ന ഒരു ലേഡി സൈൻ ചെയ്തു. ഇത് നിങ്ങൾക്കുള്ളതല്ല അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാറ്ററി അവർ കച്ചവടക്കാരനാണ് പറഞ്ഞു. അതല്ല, അതിൻ്റെ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷെ ഇവർ പണത്തിന് വേണ്ടി വന്നതാണ്, ഇത് കൊടുത്ത് അയക്കണമെന്ന് പറഞ്ഞ് അവർ മേടിച്ച് കൊടുത്തതിനൊക്കെ അയച്ചു വിട്ടതാണ്. സോ അതുകൊണ്ട് ഒരു സത്യസന്ധത ഉണ്ടല്ലോ പുള്ളിയുടെ. അതാണ് ഇസ്മായിൽ എന്ന കഥാപാത്രം. ഒരു ജീവിതാനുഭവം ഉണ്ടല്ലേ? ആ ജീവിതാനുഭവം അതാണ്. ആ ജീവിതാനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ അനുഭവത്തിൽ നിന്നാണ് ഈ കഥ ഉണ്ടാവുന്നത്. അല്ല, അനുഭവം നമുക്കൊരു കണ്ടന്റ് കിട്ടുന്ന അതിൽ നിന്നാണല്ലോ. ലോട്ടറിയെ കുറിച്ച് ലോജിക്കായിട്ട് അവിടെ ആരും ചോദിച്ചിട്ടില്ല. അവിടെ ലോട്ടറി ഇല്ലല്ലോ. അപ്പൊ ഒരാൾ എന്റെ ചോദിച്ചു, അപ്പൊ അനീസ് പൈറ്റി സാർ ലാറ്ററി വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മീഷൻ 1 കോടി വരെ കിട്ടുമല്ലോ, 10 കോടി എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. പുള്ളി ജോലിക്കാരനാണ്, മാസ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആളായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയും ആൾക്കാരും ഉണ്ട് എന്നുള്ള ചില ലോജിക്. ഇപ്പോൾ ലാറ്ററി ഇപ്പോൾ പൊന്നാ സമ്മാനം കിട്ടിയ, ബമ്പർ പ്രദേശം കിട്ടിയ 3 മാസം 6 മാസം ആവും പൈസ കിട്ടാൻ. ഞാൻ പടത്തിൽ 2 ദിവസമേ ആക്കിയിട്ടുണ്ട്. പക്ഷേ പടത്തിന് വേണ്ടി ചെറിയ ലോജിക്കൊക്കെ വരിയിട്ടുണ്ട്. അതിനെയും ഇത് ലോജിക്കല്ല സിനിമ, അതിനെ കടന്ന് ഒരു ഹ്യൂമനാണ് സിനിമ. അതിനെയും നോക്കിയാണ് ഞാൻ കൊണ്ടുപോയത്. എത്ര പാട്ടുകൾ? 6 പാട്ടുകളുണ്ട്. എല്ലാം കഥയെ അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഏതും അയ്യപ്പന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് ഉണ്ട്. അത് ഫുൾ കംപ്ലീറ്റ് ഡിവോഷനാണ്. അത് ഞാൻ മലയാളത്തിലും ചെയ്തിട്ടുണ്ട്, ആഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഹബാസാറില്ലേ സിംഗർ, അവർ തമിഴിൽ ആദ്യമായിട്ട് പാടിയിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം വളരെ രസമായിട്ടുള്ള പാട്ടാണ്, ഭയങ്കരം പാട്ടാണ് അത്. അപ്പുറം മലയാളികൾക്കും തമിഴന്മാരുള്ള ഒരു ബന്ധത്തിൽ ഒരു സോങ് ഞാൻ പ്രൊമോ സോങ്ങും ചെയ്തിട്ടുണ്ട്. സിത്താര കൃഷ്ണകുമാർ ഹരിശങ്കറാണ് അയ്യപ്പൻ സോങ് പാടിയത്. പിന്നെ കപിൽ ആണ്, അവിടെ മലയാളിയാണ്. പുള്ളിയാണ് തൂത്തുക്കുടിയിലെ സോങ്. ഗോവിന്ദ് വസന്താവാണ് മ്യൂസിക്. പുള്ളിയാണ് എനിക്ക് ഭയങ്കര ഒരു ആദ്യത്തെ ബബ്ബർ. ഞാൻ കഥ പറഞ്ഞപ്പോൾ പുള്ളിയും എനിക്ക് വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കൃഷ്ണയാണ്. നമ്മുടെ മസാല കഫയിൽ കൃഷ്ണയാണ് BGM ഒക്കെ ചെയ്ത് കൊടുത്തത് എനിക്ക്. മലയാള എല്ലാ ടെക്നീഷ്യനും ഇവിടെ തന്നെ ഉണ്ട് എല്ലാം. നിങ്ങൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജാണ് എനിക്ക്. ഇത് തമിഴും സംസ്കൃതവും അത് സംസാരിക്കാനുള്ള ഒരു മ്യൂസിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ശബ്ദം. അതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡ് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ ആലോചിക്കും ചില കാര്യങ്ങൾ. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എനിക്ക്. ഇവിടുത്തെ സാഹിത്യമായാലും സിനിമയായാലും ഫുഡ്. ഞാൻ പകുതി മലയാളം കൂടി പറയാം, അങ്ങനെ തന്നെ നാട്ടിൽ എന്നെ പറയാറുണ്ട്. ഞാൻ ഇവിടെ തന്നെ ജീവിക്കുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ നാട്. ഈ ഒരു സിനിമയുടെ ഒരു വിജയം മലയാളികൾ ഇപ്പൊ തമിഴ്നാട്ടിൽ വിജയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ പ്രേക്ഷകർ പറയുന്നു. മലയാളത്തിൽ നിങ്ങൾ ഒരു വിജയം കണ്ടു കഴിയുമ്പോൾ ഇനിയും ഒരു സിനിമയിലേക്ക് ഉടൻ തന്നെ യാത്ര തിരിക്കുമോ? കഥകളൊക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹരീഷേട്ടാ. അല്ല, നമുക്കൊരു ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ഈ മുഹൂർത്തം വേണ്ടിയാണ്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് എന്താ സിനിമ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല, ഒരിക്കലും. നമ്മൾ പോകണം. നമ്മൾ എന്തായാലും തൂക്കി നമ്മൾ വന്നിട്ട് നിൽക്കാൻ പാടില്ല, നമ്മൾ പോകണം. ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ടല്ലേ ഈ സിനിമ ആകാതിരുന്നപ്പോ അല്ലേ? പിന്നെ അത് ദുഃഖിച്ചിട്ടില്ല, നടന്നില്ലെന്ന് വെച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല. നമ്മളെക്കാളും കൂടുതൽ പ്രശ്നം ആൾക്കാർക്കുണ്ട്, വേറെ ആൾക്കാർക്കുണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. നമ്മൾ സ്നേഹിച്ചാണ് സിനിമക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം നടക്കുന്ന വിജയം, അപ്പോൾ വിജയം ഉണ്ടാവണം കരുതി അത് തുടക്കം ഇതായിരിക്കും. ആ വിജയം ഇവിടെ മലയാളികളും ഏറ്റെടുക്കും. നിങ്ങളുടെ വാക്ക് കേട്ടാൽ ഏത് മലയാളിയായി ഈ സിനിമ കാണാതിരിക്കുന്നു അല്ലേ ഹരീഷേട്ടാ? ഇത്രയും നിഷ്കളങ്കനായ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ. അല്ല, എനിക്ക് മലയാള സിനിമയാണ് എനിക്ക് മലയാള സിനിമ കണ്ട് വളർന്ന ആളാണ് ഞാൻ. ഇങ്ങനെ ഇവിടെ വന്നത് കൊണ്ട് നിങ്ങളുടെ ഈ മീഡിയ മുഴുവൻ ഞാൻ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണ്. സത്യം തുറന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അത് സത്യം. ഞാൻ ഇവിടെ പറയാം, ഈ സിനിമയാണ് എനിക്ക്. അതായത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും,
തീർച്ചയായിട്ടും. കാണാറുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കും പറയുന്നത്. ഇപ്പം ഞാൻ ക്ലാസിക് കാണാറുണ്ട്. ഡൗട്ട് ആണെങ്കിൽ സ്ക്രിപ്റ്റിൽ ഡൗട്ട് ആണെങ്കിൽ ഇനി ക്ലാസിക് തന്നെ. ലോഹിതാസ് സാർ സിനിമ അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, എല്ലാ സിനിമയും. ഹരീഷേറിന്റെ ഏതൊക്കെ സിനിമ ഉണ്ട്? ഹരീഷേറിന്റെ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കൂടുതൽ സിനിമ മലയാളത്തിൽ സാറിന്റെ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് ആണ്ടവൻ കട്ടലയാണ് ഇഷ്ടപ്പെട്ടത്. അത് നടത്ത പറഞ്ഞല്ലോ. ആണ്ടവൻ കട്ടലയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അഭിനയിക്കുമ്പോൾ പുള്ളിയുടെ അഭിനയത്തിന് വേണ്ടി പുള്ളി ഒരു എന്താ പറയാ, അതിന് വേണ്ടിയുള്ള അവരുടെ ഒരു ലേണിംഗ് ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യണം, ഇതിൽ ചെയ്യാനുള്ള അവർ ആലോചിക്കുന്നത്, നടിക്കുന്നത്, അഭിനയം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പുള്ളി എടുത്തത്. അല്ല മറ്റേ സിനിമയിൽ കമേഴ്ഷ്യൽ സിനിമയിൽ പുള്ളി വരും, അങ്ങനെ നോക്കും, അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആണ്ടവൻ കട്ടലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതിൽ ഞാൻ തീർച്ചയായിട്ടും നല്ല നടനെന്ന് ഞാൻ കരുതി. അത് ഞാൻ സെറ്റിൽ കാണുമ്പോൾ തന്നെ കൂടുതൽ എനിക്ക് അഭിപ്രായം ഉണ്ടായി. ഈ തമിഴ് സിനിമകൾ ഇപ്പോൾ ഞാൻ നേരത്തെ വെച്ചുള്ള കുറേ സിനിമകൾ, ഇനിയിപ്പം അടുത്ത പ്രൊജക്റ്റുകളൊക്കെ ഏതാണ് തമിഴ്? ഇപ്പോൾ തെലുങ്കിലൊരു രവി തേജയുടെ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണത്. ടൈഗർ നാഗേശ്വരറാവ് നടന്നുകൊണ്ടിരിക്കുന്നു. യോഗി ബാബുയുടെ ഒരു തമിഴ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റീസെൻ്റായി റിലീസായത് പിച്ചക്കാരൻ 2 ആയിരുന്നു. അത് ഇതുപോലെ നന്നായി പോയിരുന്നു. അത് നന്നായിട്ട് ഓടിയല്ലോ സിനിമ. അങ്ങനെയുള്ള കുറേ പ്രോജക്റ്റുകൾ നടക്കും. ഇനി തമിഴിലിപ്പം ഒരു സിനിമ, ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അഭിനയം ആഗ്രഹമുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഞാനിത് ചെയ്താൽ കൊള്ളാമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ താങ്കൾക്ക്? അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആഗ്രഹിക്കാറില്ല? ഇല്ല, സെലക്ട് ചെയ്യാറേ ഇല്ല. അത് ഇപ്പൊ ഈ കഥാപാത്രത്തിൽ നിന്നാണ് എനിക്ക് അടുത്ത സെലക്ഷൻ ഉണ്ടാവുക. ആ സെലക്ട് ചെയ്യുന്ന ആൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെ സെലക്ട് ചെയ്യണം, നമ്മളെ സെലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ കഥാപാത്രം കാണുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ഇനി അവരുടെ ഇതേപോലെ അല്ലാത്ത മറ്റൊരുതിന് വേണ്ടി ആലോചിക്കുമ്പോഴാണ് ആ സാധനം നടക്കുന്നത്. അല്ലാതെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഡയറക്ഷനിലേക്കുള്ള കാര്യവും അതൊക്കെ സംഭവിച്ചേക്കാം. സംവിധാനം, തിരക്കഥ എന്നൊക്കെ പറഞ്ഞ സാധന മേഖലകളിലേക്ക് വന്നേക്കാം. പെട്ടെന്നല്ല, എടുത്തു ചാടിയിട്ടില്ല, വരാൻ സാധ്യതയുള്ള മേഖലകൾ. മലയാളമായിരിക്കോ തമിഴായിരിക്കോ? മലയാളമാവാനാണ് സാധ്യത തോന്നുന്നു, അറിയില്ല, പറയാൻ പറ്റില്ല. എഴുത്ത് തുടങ്ങിയോ? ഒരു സാധനം ഏതാണ്ട് പണികളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ നോക്കാം. എല്ലാത്തിനും സമയമുണ്ടല്ലോ, പറയാനായിട്ടില്ലല്ലോ. വൈകില്ല, അറിയില്ല അല്ലേ? അറിയില്ല, നോക്കാം. ഈ ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ചെയ്യുന്ന ഒരു സിനിമയിൽ ഇവരെയൊക്കെ വെച്ച് ചെയ്യണമെന്നൊരു മനസ്സിലാഗ്രഹം ഉണ്ടാവുമോ? അത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്ന, മലയാളത്തിൽ ആലോചിക്കുന്ന ആർക്കും ആഗ്രഹിക്കാവുന്ന സാധനങ്ങളാണ്. അതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ആലോചനകളൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും ആലോചിച്ചിട്ടില്ല. എന്നാലും അതൊക്കെ എല്ലാവരുടെ മനസ്സിൽ. നമ്മളൊരു സിനിമ ചെയ്യണം, ഡയറക്ഷൻ ചെയ്യണം, നമ്മുടെ കഥയിലൂടെ ഒരു ഡയറക്ഷൻ ചെയ്യണം, അത് മലയാളം തന്നെ ആകണം എന്നുള്ള ആഗ്രഹമുണ്ട്. മലയാളം ചിലപ്പോൾ തമിഴാവാം, മലയാളമാവാം, തമിഴാവാം, ഒന്നും പറയാൻ പറ്റില്ല. അത് സംഭവിക്കുകയാണ് ചെയ്യുക. പണിപ്പുരയിലാണെന്ന് മാത്രം ചുരുക്കം പറയാനേ പറ്റുള്ളൂ, തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം, അല്ലേ? ഞാനത് തുറന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കണം. അങ്ങനെ തുറന്ന് പറയുന്നില്ല എന്ന് തീരുമാനിച്ചു. പറയേണ്ട സമയമുണ്ടല്ലോ, പറയേണ്ട സമയമുള്ള. ഇപ്പം കുറെ ഗെറ്റപ്പുകൾ മാറുന്നുണ്ട് അല്ലേ? പല സിനിമയുടെയും ഗെറ്റപ്പുകൾ മാറുന്നുണ്ട് അല്ലേ? ആ ഗെറ്റപ്പുകളിൽ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഹരീഷേട്ടൻ ഇവർ കഥാപാത്രത്തിന് വേണ്ടി പറയുമ്പോൾ എന്തെങ്കിലും സജഷൻ മുന്നോട്ട് വെക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംവിധായകൻ്റെയും നിർദ്ദേശാനുസരണമാണ് ഗെറ്റപ്പ് ചേഞ്ചിലേക്ക് ആദ്യം നമ്മൾ കിടക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് മുൻപേ നമ്മൾ ഒരു ഡിസ്കഷൻ വെക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാ സംവിധായകരോടും. അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ, അത്യാവശ്യം അല്ലാത്ത സ്ഥലത്ത് അത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു നടനെ സംബന്ധിച്ചോളം ഒരു 25% ആദ്യത്തെ ഒരു അടിത്തറ ഫോം ചെയ്യപ്പെടുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ കെട്ടിപ്പൊക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നടനെ സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ എല്ലാത്തിനും അത് നിർബന്ധമല്ല. പക്ഷെ ചിലതിന് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ചിലത് സംവിധായകനെ നമ്മൾ ഇങ്ങോട്ട് പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അടുത്ത് എത്തി അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആളുടെ അടുത്ത് എത്തിയ ആരുടെ അടുത്തായിരിക്കും? പ്രതീക്ഷിക്കാത്ത ആളുകളുടെ, എല്ലാവരും പ്രതീക്ഷിച്ച ആളുകളുടെ അടുത്ത പോയതൊക്കെ. ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ച ആളുകളാണ്. എന്തെങ്കിലും ഇവരെ കൂടെ അഭിനയിക്കുന്നു എന്നോ ഫീൽ ചെയ്ത ഒരാളാണ്. അത് അഹങ്കാരം പറയുന്ന ഒന്നല്ല. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് പിരിഞ്ഞു പോകുന്ന കുട്ടികളോട് പറയോ, നിങ്ങൾക്ക് എന്നെ കാണാൻ ബുദ്ധിമുട്ടില്ല, ചുമരമ്പിലേക്ക് നോക്കിയാൽ മതി, പക്ഷെ എനിക്ക് നിങ്ങളെ കാണാനാണ് ബുദ്ധിമുട്ട്, മിസ് ചെയ്യാണ് നിങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആൾക്കാർ കേൾക്കുമ്പോൾ ഇവനെന്തൊരു ജാടയാണ്, ഇപ്പം തന്നെ സിനിമാ നടനായി കഴിഞ്ഞ